മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ദുരന്തത്തിൽപ്പെട്ട ഒരാൾ പോലും അതുപോലത്തെ വൃത്തികെട്ട പണി ചെയ്യൂല എന്നുള്ളത് ചോറ് തിന്നുന്ന ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്ന് അതായത് നമ്മുടെ ഗവൺമെന്റ് വീട് കൊടുത്ത ഒരു പിന്നെ സ്ത്രീ പറയുന്നത് കേൾക്കേ വളരെ സന്തോഷം, നല്ല സന്തോഷകരമായ നിമിഷമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ദുഃഖകരമായിട്ടൊരു നിമിഷം കൂടി വന്നു. അത് പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത്. ഞങ്ങളെ MLA ആണ് സിദ്ദീഖ് MLA. ആ ദുരന്തം അനുഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചൊരു MLA ആണ്. പക്ഷെ ഒരുപറ്റ ആളുകൾ ഇത് കൂവാനായിട്ട് വന്നതാണോ എന്ന് ബലമായൊരു സംശയമുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഇത് വലിയൊരു പരിപാടിയാണ് നടക്കുന്നത്. ആ MLA-നെ അപമാനിച്ചതിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കണ്ടില്ലേ, കേട്ടില്ല, മതിയായില്ല നിങ്ങൾക്ക്? നിങ്ങൾ എടുക്കുന്ന പണിയൊക്കെ എങ്ങനെയായി പോവാണ്. നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണോ അതൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേണം, അങ്ങനെ തന്നെ വേണം. കാരണം സിദ്ദീഖ് MLA എന്നുള്ള നിലക്ക് നമുക്കറിയാം, അന്ന് ജൂലൈ 30 ഈ ഒരു സംഭവം നടന്ന് ആ സമയം മുതൽ നിമിഷം മുതൽ അയാൾ അവിടെ ഓടിയെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ നാട്ടുകാർക്ക് ഈ പ്രശ്നം നേരിട്ട് അനുഭവിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു മനുഷ്യനാണ് ഒരു MLA എന്നുള്ള നിലക്ക്, അല്ലേ? അതൊക്കെ നമ്മളെല്ലാം കണ്ടതാണ്. ആ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ അപഹേളിച്ച് അപമാനിച്ച് നിങ്ങൾക്ക് അത് ജനങ്ങൾ തന്നെ അതിന് മറുപടി തരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന്റെ മറുപടി തരും. ഇതിപ്പോ ഇന്നലെ മുസ്ലിം ലീഗുകാർ വീട് കൊടുത്ത ആളല്ല ഇപ്പൊ പറയുന്നത്, ഇന്ന് ഗവൺമെന്റ് വീട് കൊടുത്ത ആളാണ് പറഞ്ഞത്. ആ ഒരാൾ പോലും അങ്ങനെ ചെയ്യൂല, ആ പണി ചെയ്യൂല. അതിനാരോ മനഃപൂർവ്വം ചെയ്തതായിട്ട് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോ മനഃപൂർവ്വം അതിനായിട്ട് ആളുകളെ കൊണ്ടുവന്നിട്ട് കൂകി വിളിപ്പിച്ചു തന്നെയാണ്. എന്ത് വൃത്തികെട്ട പണിയാണ് ചങ്ങായിമാരെ.